നമുക്കൊരു ഓട്ട്മീൽ പ്രിപ്പയർ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് 2 കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ ഓട്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ബദാമും 3 കാഷ്യൂസും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിറകെ ചിയ സീഡ്സ് ഒമേഗ 3 ഒക്കെ നല്ലവണ്ണം ഉള്ള ഒരു സീഡാണ്, അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സൺഫ്ലവർ സീഡ് ആഡ് ചെയ്യാം. അത് വൈറ്റമിൻ ഇ, പിന്നെ അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു സീഡാണ് സൺഫ്ലവർ സീഡ്. ഫ്ലാക്സ് സീഡാണിത്. ഇത് ഡൈജഷൻ പ്രോപ്പറാക്കാനും കൊളസ്ട്രോളൊക്കെ നമുക്ക് കൺട്രോളിൽ നിർത്താനും സഹായിക്കും. പൊടിച്ച് മാത്രമേ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാവൂ. പംകിൻ സീഡാണ് അടുത്ത് ആഡ് ചെയ്തത്. അതിൻ്റെ പിറകെ നമ്മൾ വാൾനട്ട്സും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരു കളഞ്ഞെടുത്ത് ഡേറ്റ്സ് 2 ആഡ് ചെയ്യുന്നുണ്ട്. മധുരം ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള പാലാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് കുറച്ചുകൂടി ലിക്വിഡ് ആ ഒരു രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അധികം പാൽ ചേർക്കാം ഇതിലേക്ക്. അപ്പോൾ 1 ഗ്ലാസ് പാൽ, ചെറിയൊരു ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തെടുക്കുക. രണ്ടിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. രാത്രി മുഴുവൻ വെച്ചിരുന്നിട്ട് രാവിലെ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്, കട്ടിക്കിരിക്കും. ഇത് നമുക്ക് രാവിലത്തെ ഒരു മീലായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലെ മീലായിട്ടോ നമുക്ക് കഴിക്കാം. രാത്രി ഉപയോഗിക്കാത്തതാണ് നല്ലത് ഡൈജഷന് വേണ്ടി.